തുടർച്ചയായ ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വൻതോതിൽ രാസലഹരി പിടികൂടുന്ന സംഭവങ്ങൾ കേൾക്കുകയാണ്. ഇന്നും കോഴിക്കോട് മയക്കുമരുന്ന് വേട്ട തുടർന്നു. പയ്യാനക്കലിൽ ജിംനേഷ്യത്തിന്റെ മറവിൽ MDMA-യും കഞ്ചാവും വിൽപ്പന നടത്തിയ 3-അംഗ സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. പേരാമ്പ്ര വാല്യക്കോട് വെച്ച് 51 ഗ്രാമിലധികം MDMA-യുമായി വിൽപ്പന നടത്തിയ സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 8.5 ലക്ഷം രൂപയും ഇവർ സഞ്ചരിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തു. മയക്കുമരുന്ന് വിറ്റ് ലഭിച്ച പണമാണ് ഈ 8.5 ലക്ഷമെന്ന് പോലീസ്. കോഴിക്കോട് നഗരത്തിൽ പയ്യാനക്കൽ കപ്പക്കൽ റോഡിലുള്ള ബാക്ക് ടു ഫിറ്റ് എന്ന പേരിലുള്ള ജിംനേഷ്യത്തിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയിട്ടുള്ളത്. രാവിലെ ഡാൻസ് ഓഫും പന്നിയങ്കര പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. 250 ഗ്രാമോളം MDMA-യും 40 ഗ്രാം കഞ്ചാവും ഇവിടെ വെച്ച് പിടികൂടിയിട്ടുണ്ട്. ജിമ്മിൻ്റെ നടത്തിപ്പുകാരനായ ബേപ്പൂർ സ്വദേശി ജംഷീർ, സഹായികളായ ബേപ്പൂർ സ്വദേശി തന്നെയായ ഇജാസ്, ഫറൂഖ് സ്വദേശി അർഷാദ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഈ ലഹരി ഇടപാടുകൾ നടക്കുന്നു, വിൽപ്പന നടക്കുന്നു എന്ന വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു എന്നാണ് പോലീസ് ഡാൻസ് ഓഫ് സംഘം പറയുന്നത്. അതിനുശേഷം പരിശോധനയ്ക്കായി എത്തുകയായിരുന്നു. ഈ സമയത്ത് പോലീസ് സംഘം എത്തിയ സമയത്ത് പ്രതികൾ ഈ മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ലഭിച്ച പണം അവരുടെ കൈവശമുണ്ടായിരുന്നു. പിന്നീട് അത് വെള്ളത്തിൽ മുക്കി ഫ്ലഷ് അടിച്ച് നശിപ്പിക്കാനുള്ള ശ്രമം കൂടി നടത്തി എന്നുകൂടി ഉദ്യോഗസ്ഥർ പറയുന്നു. 3 പേരെയും ബലപ്രയോഗത്തിലൂടെയാണ് പിന്നീട് പിടികൂടിയത്. ഏതായാലും ഇങ്ങനെ ഈ നഗരത്തിൽ തന്നെ ഈ റോഡിനോട് തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന 2 നിലകളിലായി പ്രവർത്തിക്കുന്ന ജിംനേഷ്യത്തിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടിയതിൻ്റെ ഞെട്ടലിലാണ് നാട്ടുകാരൊക്കെ തന്നെയുള്ളത്. ഈ ജിമ്മിൻ്റെ പ്രത്യേകത നമുക്കിവിടെ കാണാം. പ്രത്യേകിച്ച് യുവാക്കൾ അതുപോലെ സ്ത്രീകളൊക്കെ തന്നെ ഈ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ജിംനേഷ്യം കൂടിയാണ്. പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇങ്ങനെ എത്ര കാലമായി ഇവിടെ മയക്കുമരുന്ന് വിൽപ്പന നടന്നിരുന്നു, എവിടെ നിന്നൊക്കെയാണ് മയക്കുമരുന്ന് MDMA-യും കഞ്ചാവും കൊണ്ടുവന്നിരുന്നത്, ജിംനേഷ്യം കേന്ദ്രീകരിച്ച് പ്രധാനമായും ആരൊക്കെയാണ് ഇത് വാങ്ങിയിരുന്നത്, പുറത്ത് വിൽപ്പന നടത്തിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഏതായാലും വിശദമായി പോലീസ് പരിശോധിച്ചു വരുന്നു. കക്കട്ടിൽ സ്വദേശികളായ മുഹമ്മദ് തസ്നീം, സിറാജ്, കർണാടക സ്വദേശി മുഹമ്മദ് യാസീൻ എന്നിവരെയാണ് പേരാമ്പ്ര വാല്യക്കോട് വെച്ച് ഡാൻസ് ഓഫ് പിടികൂടിയത്. 51.432 ഗ്രാം MDMA പിടിച്ചെടുത്തു. 8.5 ലക്ഷം രൂപയും ഇവർ സഞ്ചരിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തു. മയക്കുമരുന്ന് വിറ്റ് ലഭിച്ച പണമാണിതെന്ന് പോലീസ്. കാറിന്റെ ഡാഷ്ബോർഡിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA. പണം സീറ്റിനടിയിൽ കവറിൽ സൂക്ഷിച്ച നിലയിലും. മുൻപ് വിദേശത്തായിരുന്ന തസ്നീം സാമ്പത്തികമായി തകർന്നതിനെ തുടർന്ന് പെട്ടെന്ന് പണം സമ്പാദിക്കാനാണ് MDMA വിൽപ്പന ആരംഭിച്ചതെന്ന് അന്വേഷണ സംഘം പറയുന്നു. പ്രതികൾ ചിലരെ കാരിയറായി ഉപയോഗിച്ചതിൻ്റെ സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ കണ്ണികളിലേക്കുള്ള അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.